ഗാസ വംശഹത്യയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. ഇസ്രായേൽ നേതാക്കൾക്കെതിരായ നിയമ നടപടി തടയണം എന്ന ആവശ്യമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അപ്പീൽ ചേംബർ തള്ളിയത്. കീഴ്ക്കോടതിയുടെ മുൻ ഉത്തരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരാമെന്ന് അപ്പീൽ ചേംബർ നിർദ്ദേശിക്കുകയുണ്ടായി. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ തുടരുന്ന നിയമ നടപടികൾ തടയുകയെന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ നീക്കമാണ് വിഫലമായിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരെ നേരത്തെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോഴത്തെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തെ പലസ്തീൻ കൂട്ടായ്മകൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതിനിടെ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ മുതിർന്ന ഹമാസ് കമാൻഡർ റൗദ് സയ്യിദിനെ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിക്കെതിരെ അമേരിക്ക ശക്തമായ പ്രതിഷേധം അറിയിച്ചതായി US മാധ്യമങ്ങളുടെ റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ഇസ്രായേൽ നേതൃത്വത്തെ തങ്ങളുടെ എതിർപ്പ് അറിയിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഈ മാസം 29-ന് നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഹമാസ് നേതാവിൻ്റെ വധമുണ്ടായിരിക്കുന്നത്. 2 മാസത്തിലേറെ നീണ്ട വെടിനിർത്തൽ വേളയിൽ 800-ലധികം തവണയാണ് ഇസ്രായേൽ കരാർ ലംഘിച്ചത്. ഇതിലൂടെ 400-ഓളം പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം ഇതുവരെ 70,500-ലേറെ പേരെയാണ് ഗാസയിൽ ഇസ്രായേൽ കൊന്നു തള്ളിയത്. വെടിനിർത്തൽ ലംഘനം തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ തങ്ങൾ നിർബന്ധിതമാകുമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധവും പ്രകൃതിക്ഷോഭവും മൂലം വലയുന്ന ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള അഭ്യർത്ഥന ഇസ്രായേൽ തള്ളിയതും കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതാണ് സിഡ്നിയിലെ ഭീകരാക്രമണത്തിന് കാരണമായതെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആരോപണം ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തള്ളിയിട്ടുണ്ട്. വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള 2ാം ഘട്ട ചർച്ചയുടെ പ്രസക്തി ചോദ്യം ചെയ്ത് ഹമാസും രംഗത്ത് വന്നു കഴിഞ്ഞു. കരാർ പാലിക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം വേണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസിൻ്റെ ആവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നരകിക്കുന്നതുമായി യൂണിസെഫ് ഗാസയിലെ പ്രഖ്യാപിത സമാധാന ഭരണസമിതിയിൽ നിന്ന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഒഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. 2 മാസം പിന്നിടുന്ന ഗാസ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം 738 തവണയാണ് ഇസ്രായേൽ ലംഘിച്ചതെന്ന് ഗാസ സർക്കാർ മാധ്യമ ഓഫീസും അറിയിച്ചു കഴിഞ്ഞു. ഇതിനകം 377 പലസ്തീനികൾക്കാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മാത്രം ജീവൻ നഷ്ടമായത്. 987 പേർക്ക് രൂക്ഷമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കരാർ ലംഘനം പതിവായിരിക്കെ വെടിനിർത്തലിൻ്റെ 2ാം ഘട്ട ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയില്ലെന്ന് ഹമാസും പ്രതികരിച്ചു കഴിഞ്ഞു. കരാർ വ്യവസ്ഥകൾ മാനിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇസ്രായേൽ സൈനിക പിന്മാറ്റത്തോടൊപ്പം ഗാസയിലേക്ക് വിലക്കുകളില്ലാതെ സഹായം ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ചർച്ചകൾ ഇനി ഈ സാഹചര്യത്തിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. യുദ്ധാനന്തര ഗാസയിൽ ഇടക്കാല സർക്കാരിനെ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കുമെന്ന US കണക്കുകൂട്ടലിനും തിരിച്ചടിയേറ്റിരിക്കുകയാണ് ഇതോടെ. ബ്ലെയർ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതായി ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇറാഖ് യുദ്ധത്തിൽ പങ്കുവഹിച്ച ടോണി ബ്ലെയറിൻ്റെ നിയോഗത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ നേരത്തെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ വേളയിലും കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് ഗുരുതരമായി തുടരുന്നതായാണ് യൂണിസെഫിൻ്റെ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നത്. 10,000-ഓളം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രയാസങ്ങൾ നേരിടുന്നതെന്നും യൂണിസെഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിലേക്കുള്ള ചരക്കു വാഹനങ്ങൾക്കായി അധിനിവേശിത വെസ്റ്റ് ബാങ്കിലും ജോർദാനും ഇടയിലെ ക്രോസിംഗ് തുറക്കാൻ സന്നദ്ധത അറിയിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ സെപ്റ്റംബർ മുതൽ ഈ ക്രോസിംഗ് അടച്ചിട്ടിരിക്കുകയാണ്. അധിനിവേശിത വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെ വിവിധ വാഴ്സിറ്റികളിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തുകയും കിഴക്കൻ ജെറുസലേമിൽ യുനർവ ഓഫീസിൽ സുരക്ഷാസേന നടത്തിയ അതിക്രമം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസും വ്യക്തമാക്കിയിട്ടുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതോടെ ജൂതർ ലോകത്തെവിടെയും സുരക്ഷിതരല്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം 2023 ഒക്ടോബറിൽ പരിശുദ്ധമായ യോം കിപ്പൂർ ദിനത്തിലായിരുന്നു ഇസ്രായേലിന് കടുത്ത ആക്രമണം നേരിടേണ്ടി വന്നത്. ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് ലോകത്ത് ജൂതർക്കെതിരെ വർദ്ധിച്ചു വരുന്ന എതിർപ്പിൻ്റെ സൂചനയായി കൂടി കാണുന്നുണ്ട്. അതിലേക്ക് വഴിവെച്ചതാകട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടുകളുമായിരുന്നു. എന്നാൽ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പരിശുദ്ധ സമയത്തു കൂടിയാണ്. ഹാനുക്ക ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു പുതിയ ആക്രമണം ഉണ്ടായിരുന്നത്.
പതിറ്റാണ്ടുകളായി താരതമ്യേന ശാന്തമായിരുന്ന ഓസ്ട്രേലിയൻ പൊതുജീവിതത്തിലേക്ക് ഇടുത്തി പോലെയാണ് സിഡ്നിയിലെ പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ ഡിസംബർ 14-ന് വെടിവയ്പ് സംഭവിച്ചത്. രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ജൂത സമൂഹത്തിന്റെ സുപ്രധാന ആഘോഷമായ ഹനൂക്കയുടെ തുടക്കത്തിനായി 1000-ലധികം ആളുകൾ ഒത്തുകൂടിയ വേദിയിൽ 2 തോക്കുധാരികൾ അഴിച്ചുവിട്ട ആക്രമണമാണ് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്. ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞുവെന്ന് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കിരാതമായ ആക്രമണത്തിൽ 15 നിരപരാധികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ജൂതർ പറയപ്പെടുന്നത്. കൂടാതെ 42 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 1996-ലെ പോർട്ട് ആർതർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇത്രയും വലിയൊരു കൂട്ടവെടിവയ്പിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ഇതാദ്യമായാണ്. കർശനമായ തോക്ക് നിയമങ്ങളിലൂടെ ലോകത്ത് മാതൃകയായിരുന്ന ഓസ്ട്രേലിയയുടെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണ ഭീതികളെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ബോണ്ടി ബീച്ചിൽ സാജിദ് അക്രം, നവേദ് അക്രം എന്നീ അച്ഛനും മകനുമാണ് വെടിവയ്പ് നടത്തിയത്. തീണ്ട കുഴൽ തോക്കുകളുമായി ഇരുവരും ഏകദേശം 10 മിനിറ്റോളം ഇടതടവില്ലാതെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ട ഈ സംഭവം കഴിഞ്ഞ 30 വർഷത്തിനിടെ ഓസ്ട്രേലിയയിൽ നടന്ന ഏറ്റവും വലിയ കൂട്ടവെടിവയ്പായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒടുവിൽ പോലീസ് 50 വയസ്സുള്ള പിതാവായ സാജിദ് അക്രമിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 24 വയസ്സുള്ള മകൻ നവേദ് അക്രം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ സാജിദ് ഉള്ളത്. ബോണ്ടി ബീച്ച് ആക്രമണത്തിന് ഇരയായത് ജൂത സമൂഹത്തിന്റെ സുപ്രധാന ആഘോഷമായ ഹനൂക്ക ദിവസമായിരുന്നു എന്നുള്ളത് ഇവർക്കെതിരെ ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഭീഷണിയുടെ മാതൃകയായി കൂടി എടുത്തു കാട്ടപ്പെടുന്നുണ്ട്. 8 രാത്രികളിലായി ആചരിക്കുന്ന ജൂതമതസ്ഥരുടെ പ്രകാശങ്ങളുടെ ഉത്സവമാണ് ഹനൂക്ക. എല്ലാ വൈകുന്നേരവും ഒരു മെനോറിയിൽ ഓരോ മെഴുകുതിരി കൂടി കത്തിക്കുന്നുണ്ട്. സമർപ്പണം എന്നാണ് ഹനൂക്ക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. BC 165-ൽ സിറിയൻ സൈന്യത്തിനെതിരായ ജൂത വിജയത്തെയും ജെറുസലേമിലെ ക്ഷേത്രം തിരിച്ചുപിടിച്ച് പുനർസമർപ്പണം ചെയ്തപ്പോൾ അത്ഭുതകരമായി 8 ദിവസം എണ്ണ കത്തിനിന്നതിനെയും ഇത് അനുസ്മരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇരുട്ടിനെ മറികടക്കുന്ന വെളിച്ചമായാണ് ഹനൂക്കയുടെ കേന്ദ്ര പ്രമേയം. ഒരു ചെറിയ പ്രവൃത്തി പോലും പരിവർത്തനാത്മകമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നുണ്ട്. ലാറ്റ്കേസ് പോലുള്ള എണ്ണയിൽ പാകം ചെയ്ത ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും പൊതു മെനോറ വിളക്കുകൾ കത്തിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുമാണ് ജൂതന്മാർ ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഈ വർഷം ഡിസംബർ 14 ഞായറാഴ്ച സൂര്യാസ്തമയത്തോടെ ആരംഭിച്ച ഹനൂക്ക ഡിസംബർ 22 വരെ തുടരുകയും ചെയ്യും. 1996-ലെ പോർട്ട് ആർതർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ സർക്കാർ കർശനമായ തോക്ക് നിയമ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനാൽ ഇവിടെ കൂട്ടവെടിവയ്പ്പുകൾ അപൂർവമായിരുന്നു. എന്നാൽ ഈ ആക്രമണം രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നുണ്ട്. ബോണ്ടി ബീച്ച് കൂട്ടക്കൊല ഓസ്ട്രേലിയൻ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ജൂതവിരുദ്ധതയെയും വ്യക്തമാക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അക്രമികളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവന്നത് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കും വ്യക്തമാക്കുന്നതാണ്. ഭീകരാക്രമണത്തിൽ പ്രതികൾ പാകിസ്ഥാൻ വംശജരാണെന്ന് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ലോകത്തെ നടുക്കിയ ഭീകരർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഫിലിപ്പീൻ സന്ദർശിച്ചിരുന്നതായി പുതിയ റിപ്പോർട്ടുകളും പുറത്തുവന്നു കഴിഞ്ഞു. പ്രതികളായ സാജിദ് അക്രമും മകൻ നവ്നീത് അക്രമും ഫിലിപ്പീൻ സന്ദർശിച്ചുവെന്ന കാര്യം ഇമിഗ്രേഷൻ അധികൃതരെ ഉദ്ധരിച്ച് ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടിലാണ് സൂചനയുള്ളത്. ഇവർ നവംബർ 1-നാണ് ഫിലിപ്പീൻ സന്ദർശനത്തിനെത്തിയത്. ഇതിനായി ഉപയോഗിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് ആണെന്നും ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് നവംബർ 22-ന് തിരികെ പോയതായി റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫിലിപ്പീൻസ് അധികൃതരും വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഫിലിപ്പീൻ സന്ദർശനത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്നാണ് നിഗമനം. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഞായറാഴ്ച ജൂത ആഘോഷമായ ഹനൂക്കയുടെ ഭാഗമായ പരിപാടി നടക്കുന്നതിനുണ്ടായ വെടിവയ്പ് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നുവെന്നും ഇതിൽ ISI ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ പങ്ക് എടുത്തു കാട്ടപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 1998-ലാണ് സാജിദ് വിദ്യാർത്ഥി വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇയാൾ ഏതു രാജ്യത്തു നിന്നാണ് കുടിയേറിയതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പാക് വംശജനാണെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നവീദ് ഓസ്ട്രേലിയയിലാണ് ജനിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ആഭ്യന്തര ചാരസംഘടനയായ ദി ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഏജൻസി 2019-ൽ നവീദിനെക്കുറിച്ച് 6 മാസത്തോളം അന്വേഷണം നടത്തിയിരുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. സിഡ്നിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘവുമായി ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഏജൻസി അന്വേഷിച്ചതെന്നാണ് സൂചന. എന്നാൽ സംഭവസ്ഥലത്ത് 2 IEDകൾ ലഭിച്ചെന്നും ബോംബുകൾ നിർവീര്യമാക്കിയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഓസ്ട്രേലിയയിലെ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രതികളിലൊരാളായ നവീദ് അക്രം ഇവിടെ പഠനം നടത്തിയുള്ളതായും പറയപ്പെടുന്നുണ്ട്.